ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഒരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 7 ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് വരുന്ന ടാങ്ക്, 2 ഫിൽറ്റർ, 3 എയർ ക്ലീനർ, 4 ഫ്യൂവൽ ഫീഡ് പമ്പ്, 5 ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, 6 ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്, 7 ഗവർണേഴ്സ്. ഇതിൽ ടാങ്ക് ഒഴിച്ച് എല്ലാ പാർട്സിനെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലേ ഔട്ട് എന്ന് നോക്കാം. ഒരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് ഇത് നിങ്ങൾ നോട്ടിലേക്ക് വരച്ചെടുക്കുമ്പോൾ ഇതെല്ലാം ബ്ലോക്കുകളായി കാണിച്ചാൽ മതി. ഈ ടാങ്ക് ഒരു ചതുരം വരച്ച് ടാങ്ക് എന്ന് എഴുതുക, ഉള്ളിൽ അടുത്തൊരു ബോക്സ് വരച്ചിട്ട് ഫ്യൂവൽ ഫീഡ് പമ്പ് എന്ന് എഴുതുക. അങ്ങനെ ഈ ലേ ഔട്ട് തന്നെ വരച്ചെടുക്കുക. എങ്ങനെയാണ് നോക്കാം. ആദ്യം വരുന്ന ഭാഗം ടാങ്ക് ചെയ്യുന്നത് ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് നമ്മൾ നേരത്തെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമ്മൾ വിശദമായിട്ടൊന്നും പഠിക്കാനില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂവൽ ഫീഡ് പമ്പ്. ഫ്യൂവൽ ഫീഡ് പമ്പ് എന്താണ് ചെയ്യുക? ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്യൂവലിനെ മറ്റ് ഘടകങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുക. മറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ് മറ്റു ഘടകങ്ങൾ നമുക്കറിയാമല്ലോ. മറ്റ് ഘടകങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനാണ് ഫ്യൂവൽ ഫീഡ് പമ്പ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഫ്യൂവൽ ഫിൽറ്റേഴ്സ്. 2 ഫ്യൂവൽ ഫിൽറ്റർ നമുക്ക് പഠിക്കാനുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സാധാരണയായിട്ട് ഫീഡ് പമ്പിന് മുൻപ് വരും, സെക്കൻഡറി ഫീഡ് പമ്പിന് ശേഷം വരും. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഫ്യൂവൽ ഫിൽറ്റർ കഴിഞ്ഞാൽ ഒരു റിലീഫ് വാൽവ് കാണിച്ചിട്ടുണ്ട്. റിലീഫ് വാൽവ് ഒന്നായിരിക്കില്ല, ഒരുപാടെണ്ണം പല ഭാഗങ്ങളായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എവിടെയൊക്കെയാണ് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പ്രഷർ കൂടാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ ഒരു റിലീഫ് വാൽവ് വയ്ക്കും. നമ്മളിപ്പോൾ ചിത്രത്തിൽ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ. റിലീഫ് വാൽവ് എന്ത് ചെയ്യും? അഡീഷണലായിട്ടുണ്ടാകുന്ന പ്രഷറിനെ ഡൈവേർട്ട് ചെയ്ത് കളയും. അപ്പോൾ പ്രഷർ എപ്പോഴും കോൺസ്റ്റൻ്റായി നിർത്തുക എന്നുള്ളതാണ് റിലീഫ് വാൽവിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. റിലീഫ് വാൽവ് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പിൽ നിന്നും ക്ലീനായിട്ട് ഫിൽറ്റർ ചെയ്തതിനു ശേഷം വരുന്ന ഫ്യൂവലിനെ ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫങ്ഷൻ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ആ ഫ്യൂവലിനെ ഇഞ്ചക്ടറിലേക്ക് കൊടുക്കും. ഇഞ്ചക്ടർ എന്താണ് ചെയ്യുക? അതിനെ ആറ്റമൈസ് ചെയ്തതിന് ശേഷം വളരെ ഫൈൻ പാർട്ടിക്കിളാക്കി സിലിണ്ടറിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഒരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പാർട്ടായിട്ട് പഠിക്കാം. ഏതൊക്കെയാണ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ടാങ്കാണ്. ടാങ്കിനെ കുറിച്ച് നമ്മൾ പെട്രോൾ എൻജിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അത് തന്നെയാണ് ഇവിടെയും വരിക. അടുത്തതായിട്ട് വരുന്നതാണ് ഫ്യൂവൽ ഫിൽറ്റേഴ്സ്. Fuel filter is a component of fuel supply system which removes dirt, rust, etc. from fuel before it is passed to important components. പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ആ ഫ്യൂവലിലുള്ള ഡർട്ട്, റസ്റ്റ്, അതായത് ചെളി അല്ലെങ്കിൽ തുരുമ്പ് തുടങ്ങിയ ഭാഗങ്ങളെ റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ഫ്യൂവലിൽ ഈ കണ്ടാമിനേഷൻ, അതായത് മാലിന്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്? ഒന്ന്, നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് എന്ത് ചെയ്യാം? ചെളി അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ പീസ്, ടാങ്കിൽ പെയിൻ്റൊക്കെ മുകളിലൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ആ പമ്പിൽ നിന്നുള്ള ആ സാധനം ഉള്ളിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യാം? അതുപോലുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ വന്ന് വീഴാം. ഇനി അല്ലെങ്കിലോ ഈ ടാങ്കിന് തുരുമ്പ് പിടിക്കാം. ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റീൽ കൊണ്ടാണ്, പക്ഷേ എന്ത് ചെയ്യുക? ഈ മോയ്സ്ചർ ഉണ്ടാവും, ഈ എയറിലുണ്ടാകുന്ന മോയ്സ്ചർ എല്ലാം കാരണം ടാങ്ക് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. ആ തുരുമ്പ് എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ഫ്യൂവലിൽ മിക്സ് ആവും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഫ്യൂവലിൽ എന്ത് ചെയ്യാറുണ്ട്? കണ്ടാമിനേഷൻസ് ഉണ്ടാവാറുണ്ട്. കണ്ടാമിനേഷൻ എന്നാൽ മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇംപ്യൂർ ആവാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്യൂവൽസ് സിസ്റ്റത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പമ്പുണ്ട്, ഫിൽറ്ററുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യും? പെട്ടെന്ന് ഡാമേജ് ആവും. റാപ്പിഡ് വെയർ ആൻഡ് ഫെയിലിയർ, തേഞ്ഞു പോകാനും അല്ലെങ്കിൽ ഡാമേജ് ആവാനും സാധ്യത കൂടുതലാണ് ഈ പമ്പും ഇഞ്ചക്ടറൊക്കെ. പമ്പ് എന്നൊക്കെ പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. മൂവ് ചെയ്യുന്ന ഭാഗത്തിനിടയിൽ ചെറിയ പീസ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ഭാഗം ഡാമേജ് ആയി വരും, തേഞ്ഞ് പോകും പെട്ടെന്ന്. അപ്പോൾ ഇംപ്യൂർ ആയിട്ടുള്ള ഫ്യൂവൽ വരികയാണെങ്കിൽ പമ്പും ഇഞ്ചക്ടർ എന്നൊക്കെ അറിയാലോ, ഇഞ്ചക്ടറൊക്കെ തീരെ ചെറിയ ഹോൾസ് ആണ് ഉണ്ടാവുക. ആ ചെറിയ ഹോളിനുള്ളിൽ ഒരു സാധനം പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? പിന്നെ ഫ്യൂവൽ പുറത്തേക്ക് വരില്ല. അതുകൂടാതെ തന്നെ ഈ തുരുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബ്രാസീവ് മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സാൻഡ് പേപ്പർ പോലത്തെ മെറ്റീരിയൽ പോലെ വർക്ക് ചെയ്യും. അതിങ്ങനെ പൈപ്പിലൂടെ ഒഴുകി പോകുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ടറിലൂടെ പമ്പിലൂടെയൊക്കെ പോകുമ്പോൾ പമ്പിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസിനൊക്കെ തേച്ച് കളയും, വെയർ ഉണ്ടാവും.
ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹൈ പ്രിസിഷൻ ആണ്, കാരണം ടൈമിംഗ് അനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. ഈ പ്രത്യേകിച്ചും ഇഞ്ചക്ഷൻ പമ്പെല്ലാം വളരെ ഹൈ പ്രിസിഷൻ ആണ്, കാരണം ടൈമിങ്ങിന് തന്നെ എത്ര ഫ്യൂവലാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം കറക്റ്റായി പ്രിസൈസ് കൺട്രോൾ വേണം. എന്നാലേ നമുക്ക് കറക്റ്റ് പവർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂവൽ എക്കോണമി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്യാത്ത ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഫ്യൂവൽ ഫിൽറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെർഫോമൻസ് കൂട്ടുന്നുമുണ്ട്. കാരണം എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞു, ഈ ഹൈ പ്രിസിഷൻ കോമ്പോണൻസ് ഒക്കെ തേയ്മാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഫ്യൂവൽ ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ ഫ്യൂവൽ പോയില്ല എന്ന് വരും. അതെല്ലാം വണ്ടിയുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യും. കൂടാതെ ഈ പോകുന്ന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ തുരുമ്പ്, ചെളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫ്യൂവലിൻ്റെ കൂടെ കത്തും. അങ്ങനെ കൂടെ കത്തുമ്പോൾ എഫിഷ്യൻറ്റ് ബേണിംഗ് ഉണ്ടാവില്ല, അതായത് ഫ്യൂവൽ നന്നായി കത്തില്ല. അങ്ങനെ ഫ്യൂവൽ നന്നായി കത്തിയില്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്യൂവൽ ഫിൽറ്റേഴ്സിൻ്റെ ടൈപ്സ് ആണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഫിൽറ്ററാണ് ഒരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് പേര് പ്രൈമറി ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ. ആദ്യം വരുന്നത് പ്രൈമറി, രണ്ടാമത് വരുന്നത് സെക്കൻഡറി ഫിൽറ്ററുമാണ്. പ്രൈമറി ഫിൽറ്റർ സാധാരണയായിട്ട് ഫീഡ് പമ്പിന് മുൻപിലാണ് വരിക. അതായത് ടാങ്ക് കഴിഞ്ഞാൽ പ്രൈമറി ഫിൽറ്റർ, പിന്നെ ഫീഡ് പമ്പ്, പിന്നെ സെക്കൻഡറി ഫിൽറ്റർ. ആ രീതിയിലാണ് എന്ത് ചെയ്യാറ്, ഫിൽറ്റർ പിടിപ്പിക്കാറുള്ളത്. ഇപ്പോൾ പ്രൈമറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, ഈ ഫീഡ് പമ്പിൻ്റെ ഇൻലെറ്റിൽ ഒരു മെറ്റൽ മെഷ് വയ്ക്കും. വയർ ഗേജ് എന്ന് വരിക, മെറ്റലിൻ്റെ ഒരു മെഷ് വയ്ക്കും, ഒരു വല പോലെ. അപ്പോൾ എന്ത് സംഭവിക്കുക, വലിയ പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ തടഞ്ഞു നിന്നോളും. അത്ര നമ്മൾ പ്രൈമറി ഫിൽറ്റർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. വലിയ വലിയ പാർട്ടിക്കിൾസ്, ഇപ്പോൾ തുരുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാർട്ടിക്കിൾ ആയിരിക്കും, ഒരു കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സാധനമായിരിക്കുമല്ലോ. അതെല്ലാം എന്ത് ചെയ്യില്ല, പമ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇൻലെറ്റ് ഓഫ് ഫീഡ് പമ്പിൻ്റെ ഇൻലെറ്റിൽ ഒരു പിടിപ്പിച്ചിരിക്കുന്ന വലയിൽ കുടുങ്ങി അവിടെ നിന്നിട്ട് വീണോളും, അവിടെ തന്നെ വീഴും. അപ്പോൾ പമ്പിലേക്ക് വരുന്നേ ഇല്ല. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെള്ളത്തിനെ പിടിക്കില്ല. നമുക്ക് ഡീസലിൽ വെള്ളം ഉണ്ടാവും, മോയ്സ്ചർ കണ്ടന്റ് കൂടുണ്ടാവും. പെട്രോൾ പോലെയല്ല, ഡീസലിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ ഈ പ്രൈമറി ഫിൽറ്ററിന് സാധിക്കില്ല, ഈ പറഞ്ഞ വയർ ഗേജിന്. അതുപോലെ തന്നെ തണുപ്പ് രാജ്യങ്ങളിൽ, നമുക്ക് അത്ര ബാധകമല്ല, തണുപ്പ് രാജ്യങ്ങളിൽ ടെമ്പറേച്ചർ വല്ലാതെ താഴ്ന്ന സമയങ്ങളിലൊക്കെ വാക്സിങ് എന്ന് പറയും. ഈ ഡീസലിൻ്റെ മുകളിലൊരു കട്ട പിടിച്ച പോലെ, പാട പോലെ കിടക്കും. ആ പാട പോലെ കിടന്നു കഴിഞ്ഞാൽ ഈ വല എന്ത് ചെയ്യും, വയർ ഗേജ് എന്ന് പറഞ്ഞൊരു വല തന്നെയാണ്, തീരെ ചെറിയ മെറ്റലിൻ്റെ ഒരു വല. ആ വല എന്ത് ചെയ്യും, അടഞ്ഞു പോകും. വല അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവൽ ഉള്ളിലേക്ക് വരികയില്ല. അത് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിനെയോ അല്ലെങ്കിൽ റണ്ണിങ്ങിനെയോ എല്ലാം ബാധിക്കാറുണ്ട്. അതാണ് വയർ ഗേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് പ്രൈമറി ഫിൽറ്റർ. പ്രൈമറി ഫിൽറ്ററിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഉണ്ട്, അതിനെ നമ്മൾ സെഡിമെൻറ്റേഷൻ ടൈപ്പ് എന്നാണ് പറയുക. ആ ചിത്രമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്, ഈ കാണുന്ന ചിത്രം. സെഡിമെൻറ്റേഷൻ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ, അതിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ഒരു ഇൻലെറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. ഇൻലെറ്റ് കഴിഞ്ഞാൽ ഒരു കോണിക്കൽ ഡിഫ്യൂസർ, ഒരു കോണ് പോലെ ചെരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഒരു ഐസ്ക്രീം കോൺ ചെരിച്ച് താഴത്ത് തലകീഴായി വെച്ചിരിക്കുന്ന പോലെയാണ്. അത് കഴിഞ്ഞാൽ ഒരു സെഡിമെൻറ്റേഷൻ ചേംബർ, താഴെ ഒരു ഡ്രെയിൻ പ്ലഗ്. ഇത്രയാണ് ഒരു സെഡിമെൻറ്റേഷൻ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്ററിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇൻലെറ്റിലേക്ക് ഫ്യൂവൽ കയറി വരും, കാരണം ഫീഡ് പമ്പ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിവ് കാരണം ഇൻലെറ്റ് വഴി ഫ്യൂവൽ ഉള്ളിലേക്ക് കയറി വരും. അതിനുശേഷം ഈ കോണിക്കൽ ഡിഫ്യൂസർ വഴി ഇങ്ങനെ ചെരിഞ്ഞൊഴുകുകയാണ്. പെട്ടെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് എന്തിങ്ങനെ കോണിക്കൽ ഡിഫ്യൂസർ വെച്ചിരിക്കുന്നത്. ചെരിഞ്ഞ് വളരെ പതുക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന സമയത്ത് കനം കൂടിയ പാർട്ടിക്കിൾസ്, ഈ ഡീസലിനാണ് കനം കുറവാണോ അതോ കൂടുതലായിരിക്കും, ആലോചിച്ച് നോക്കിയാൽ മതി. ഡീസലിന് കനം കുറവായിരിക്കും, അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ ഫ്യൂലും വെള്ളത്തിൽ പൊങ്ങി കിടക്കും. പക്ഷെ ചളികൾക്കൊക്കെയോ വെള്ളത്തിൽ താഴുകയും ചെയ്യും. അപ്പോൾ ഏതായിരിക്കും പൊങ്ങി കിടക്കുക, ചളി താഴെ വരും, ഡീസൽ മുകളിൽ വരും. അങ്ങനെ ഈ കോണിക്കൽ ഡിഫ്യൂസറിലൂടെ ഒഴുകി താഴെ എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഡസ്റ്റ് അല്ലെങ്കിൽ റസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഈ സെഡിമെന്റേഷൻ ചേംബറിന്റെ താഴെയും ഫ്യൂവൽ ഡീസൽ എന്ത് ചെയ്യും, മുകളിലുമായിട്ട് വരും. കൂടാതെ എന്തുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡീസലിന് താഴെയാണ് വരിക. കാരണം ഡീസൽ എപ്പോഴും വെള്ളത്തിന് മുകളിലാണ് കിടക്കുക, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഈ ഇൻലെറ്റ് വഴി വെള്ളം, ചളി, ഡീസൽ ഇവിടെ മിക്സാണ് ഉള്ളിലേക്ക് വരുന്നത്.
അത് ഈ കോണിക്കൽ ഡിഫ്യൂസർ വഴി കയറി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഏറ്റവും അടിയിൽ റസ്റ്റ്, ഡസ്റ്റ് തുടങ്ങിയ സംഭവങ്ങൾ വരും. അതിൻ്റെ മുകളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് വരും. അതിൻ്റെ മുകളിൽ പ്യുവർ ആയിട്ടുള്ള ഡീസൽ നിൽക്കും. ആ ഡീസലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ സെൻറ്ററിൽ കാണുന്ന വഴിയിലൂടെ ഔട്ട്ലെറ്റിലൂടെ പോകാൻ പോകുന്നത്. ആ ഔട്ട്ലെറ്റ് പോകുന്നത് എവിടേക്കാണ്? ഫീഡ് പമ്പിലേക്കാണ്. അതാണ് സെഡിമെൻറ്റേഷൻ ടൈപ്പ് പ്രൈമറി ഫിൽറ്റർ. അപ്പോൾ ഈ സെഡിമെൻറ്റ് ചെയ്ത ഡസ്റ്റ്, റസ്റ്റ്, വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇൻലെറ്റ് വഴി വരും ഇംപ്യൂർ ആയിട്ടുള്ള ഫ്യൂൽ. ഇംപ്യൂർ ആയിട്ടുള്ള ഫ്യൂൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും, ഡസ്റ്റ് ഉണ്ടായിരിക്കും, റസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ഡീസലിനാണ് ഏറ്റവും കനം കുറവ് വരുന്നത്. അപ്പോൾ ഈ കോണിക്കൽ ഡിഫ്യൂസറിലൂടെ ഒഴുകി വരുന്ന ഇംപ്യൂർ ഫ്യൂവലിലെ ഏറ്റവും കനം കൂടിയ റസ്റ്റ്, ഡസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഈ സെഡിമെന്റേഷൻ ചേമ്പറിന്റെ ഏറ്റവും അടിയിൽ വന്ന് അടിയും. സെഡിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിയുക എന്നർത്ഥം. അടിയും. ആ അടിഞ്ഞതിന്റെ മുകളിൽ അടുത്ത കനം കൂടിയ മെറ്റീരിയൽ ഏതാണ്? വാട്ടറാണ്. വാട്ടർ എന്ത് ചെയ്യും? ഈ സെഡിമെന്റ് ചെയ്ത ചെറിയ ഡസ്റ്റിന്റെ, റസ്റ്റിന്റെ മുകളിൽ കെട്ടി നിൽക്കും. ഏറ്റവും കനം കുറവ് വരുന്നത് ഡീസലിനാണ്. ഡീസൽ എന്ത് ചെയ്യും? ഏറ്റവും മുകളിൽ കെട്ടി നിൽക്കും. ആ ഡീസൽ ഔട്ട്ലെറ്റിലേക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ സെഡിമെന്റേഷൻ ടാങ്കിൽ അടിഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ വെള്ളത്തിനെയും ഇംപ്യൂരിറ്റീസിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രെയിൻ പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ട് ടൈപ്പ് പ്രൈമറി ഫിൽറ്റർ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വയർ ഗേജ് ആണ്. വയർ ഗേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മെറ്റലിന്റെ വല പോലത്തെ ചെറിയൊരു പീസ്. അത് ഫീഡ് പമ്പിന്റെ ഇൻലെറ്റിൽ പിടിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത് വരുന്നത് സെഡിമെന്റേഷൻ ടൈപ്പ്, അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. അടുത്ത ടൈപ്പ് ഫ്യൂൽ ഫിൽറ്റർ ആണ്, സെക്കൻഡറി ഫ്യൂൽ ഫിൽറ്റർ. അപ്പോൾ എവിടെയാണ് സെക്കൻഡറി ഫ്യൂൽ ഫിൽറ്റർ വരുന്നത്? ഫ്യൂൽ ഫീഡ് പമ്പിന് ശേഷമാണ് വരിക. പ്രൈമറി ഫിൽറ്റർ വരുന്നത് ഫീഡ് പമ്പിന് മുൻപാണ്. സെക്കൻഡറി ഫിൽറ്റർ വരുന്നത് ഫീഡ് പമ്പിന് ശേഷമാണ്. അപ്പോൾ എന്തിനാണ് രണ്ടാമത്തെ ഫിൽറ്റർ വയ്ക്കുന്നത്? സെക്കൻഡറി ഫിൽറ്റർ ഇരിക്കുന്നത് ഈ പ്രൈമറി ഫിൽറ്ററിന് തടയാൻ സാധിക്കാതെ വരുന്ന ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനാണ് സെക്കൻഡറി ഫിൽറ്റർ ഇരിക്കുന്നത്. പ്രൈമറി ഫിൽറ്ററിനെ മറികടന്ന് വരുന്ന ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ സെക്കൻഡറി ഫിൽറ്റർ ഉപയോഗിക്കുന്നു. പ്രൈമറി ഫിൽറ്റർ ഒരു നെറ്റ് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റിൻ്റെ വലകൾക്കുള്ളിൽ പെടാത്ത വരുന്ന വലിയ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനാണ് സെക്കൻഡറി ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. സെക്കൻഡറി ഫിൽറ്ററിൻ്റെ ചിത്രമാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡറി ഫിൽറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. ഒരു കാനിസ്റ്റർ ഉണ്ട്. പുറത്തെ കേസിങ്ങിനെയാണ് കാനിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് പോർട്ട് ഉണ്ട്, ഉള്ളിലൊരു ഫിൽറ്റർ എലമെന്റ് ഉണ്ട്, ഒരു സെഡിമെന്റേഷൻ ചേമ്പർ. ഇതിനെ സെഡിമെന്റേഷൻ ചേമ്പർ എന്ന് തന്നെയാണ് വിളിക്കുക. ഇനി വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഇൻലെറ്റ് വഴി ഫ്യൂവൽ ഉള്ളിലേക്ക് കയറി വരുന്നു. ഈ ഫ്യൂവലിനെ ഫീഡ് പമ്പ് പ്രഷറൈസ് ചെയ്ത് കയറ്റി വിടുകയാണ്. ഫീഡ് പമ്പിന് ശേഷമാണല്ലോ സെക്കൻഡറി ഫിൽറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വരുന്നതിന് പമ്പ് പ്രഷറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വരുന്ന ഫ്യൂവലിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള ഒരേ ഒരു വഴി ഈ ഫിൽറ്റർ എലമെന്റ് വഴിയാണ്. ഫിൽറ്റർ എലമെന്റ് ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സെറാമിക് അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ മെറ്റൽ സിൻഡേർഡ് ബ്രോൺസ് വെച്ചിട്ടാണ്. പല മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. സെറാമിക് ഉപയോഗിക്കാറുണ്ട്, പേപ്പർ ഉപയോഗിക്കാറുണ്ട്. ട്രീറ്റഡ് പേപ്പറാണ്, സാധാരണ പേപ്പറല്ല. അതിൽ റെസിൻ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ മെറ്റൽ സ്ക്രീൻ പലരും ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടല്ല. ഈ പേപ്പർ ഉപയോഗിക്കുമ്പോൾ അതിന് ബലം ഉണ്ടായിരിക്കില്ലല്ലോ. പേപ്പറിന് എത്ര ബലം ഉണ്ട് നമുക്കറിയാം. നനഞ്ഞു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബലം ഉണ്ടാവില്ല. അപ്പോൾ ആ പേപ്പറിന് ഇത്തിരി ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. അത് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ പുറത്ത് എന്തുണ്ട്? കൊറുഗേറ്റഡ് പേപ്പർ. ഇങ്ങനെ വളച്ച് പിടിച്ചിരിക്കുന്ന പേപ്പർ, ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുകയല്ലേ, അതിനാണ് കൊറുഗേറ്റഡ് പേപ്പർ എന്ന് വിളിക്കുക. ആ പേപ്പറിനാണ് നമ്മൾ ഫിൽറ്റർ എലമെന്റ് എന്ന് വിളിക്കുന്നത് ശരിക്ക്. അത് കഴിഞ്ഞാൽ ഉള്ളിൽ മെറ്റൽ സ്ക്രീൻ ഉണ്ടായിരിക്കും. മുകളിലും താഴെയും ഇതിൻ്റെ റിജിഡിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് ഡിസ്കുകളും ഉണ്ട്. സെൻറ്ററിലൂടെയാണ് ക്ലീൻ ആയിട്ടുള്ള ഫ്യൂൽ പുറത്തേക്ക് വരുന്നത്. ഈ പൈപ്പ് എന്ന് പറയുന്നത് സെൻറ്ററിൽ കാണുന്ന ഈ പൈപ്പാണ്. അപ്പോൾ സംഭവിക്കുക എന്താണ്? ഈ ഫിൽറ്റർ എലമെന്റിൽ എന്തുണ്ട്? ഈ കൊറുഗേറ്റഡ് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ കോറുണ്ട്. അതിലെല്ലാം മൈക്രോസ്കോപ്പിക് സൈസുള്ള പോർസ് ഉണ്ട്. വളരെ ചെറിയ അളവിലുള്ള ഹോളുകളുണ്ട്. ഹോളിൻ്റെ സൈസ് വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പിക് സൈസാണ്. നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഫ്യൂവല് ഈ ഫിൽറ്റർ എലമെന്റിലൂടെ കടന്നു പോവുകയാണ്. ഫിൽറ്റർ എലമെന്റിൽ കടന്നു പോകണമെങ്കിൽ ഈ ചെറിയ ഹോളിലൂടെ കടന്നു പോകണം.
ഡീസൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. ലിക്വിഡിന് എത്ര ചെറിയ ഹോളാണെങ്കിലും എന്ത് ചെയ്യാം, കടന്നു പോവാം. പക്ഷേ ഇമ്പ്യൂരിറ്റീസ് അങ്ങനെയല്ല. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. സോളിഡ് പാർട്ടിക്കിൾസിന് കടന്നു പോകണമെങ്കിൽ അതിനേക്കാൾ വലിയ ഹോൾ വേണം. ചെറിയ ഹോളിലൂടെ വലിയ പാർട്ടിക്കിളിന് കടന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് പോർ എന്ന് പറയുന്നത് 20 മൈക്രോൺ സൈസിലാണ് പറയുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എപ്പോഴും ഫിൽട്ടർ എലമെന്റിന്റെ സൈസ് മൈക്രോണിലാണ് പറയുക. ആ സൈസ് എന്ന് പറയുന്നത് ഈ പോറിന്റെ സൈസാണ്. മൈക്രോസ്കോപ്പിക് പോറിന്റെ സൈസാണ് മൈക്രോൺ. മൈക്രോൺ എന്ന് പറയുന്നത് ഒരു ലെങ്ത്തിന്റെ അളവാണ്. 10⁻⁻6 മീറ്റർ ആണ് ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ 20 മൈക്രോൺ പോർ സൈസുള്ള ഒരു ഫിൽട്ടർ എലമെന്റിലൂടെ 20 മൈക്രോണിന് മുകളിലുള്ള സൈസുള്ള പാർട്ടിക്കിൾസിന് കടന്നു പോകാൻ പറ്റില്ല. ലിക്വിഡിന് കടന്നു പോകാം. ലിക്വിഡിന് സൈസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാം, എത്ര ചെറിയ ഹോളിലൂടെ കടന്നു പോകാം. പക്ഷേ ഈ വരുന്ന റസ്റ്റ്, ഡസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഹോളിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഇൻലെറ്റിലൂടെ കയറി വരുന്ന വലിയ പാർട്ടിക്കിളിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിൽട്ടർ എലമെന്റ് പിടിച്ചു നിർത്തി ബാക്കി വരുന്ന ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡീസലിനെ മാത്രം കടത്തിവിടുന്നു ഈ സെഡിമെന്റേഷൻ ചേമ്പറിലേക്ക്. കൂടാതെ ഈ എലമെന്റിന് വേറെ പ്രത്യേകത, പ്രത്യേകിച്ച് പേപ്പർ എലമെന്റ് ആണെങ്കിൽ അതിന് വെള്ളത്തിനെയും വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഡീസൽ ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, റസ്റ്റ്, ഡസ്റ്റ് പോലത്തെ സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ട്. ഈ ഫൈൻ പോർസ് എന്ത് ചെയ്യും, സോളിഡ് പാർട്ടിക്കിൾസിനെയൊക്കെ തടഞ്ഞു നിർത്തും. പേപ്പർ എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ബാക്കി വരുന്ന ഡീസൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്ലെറ്റ് വഴി ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പോകുന്നത്. അതാണ് സെക്കൻഡറി ഫിൽറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാലം ഓടിക്കഴിയുമ്പോൾ ഈ പോറുകളെല്ലാം അടഞ്ഞു പോകും. കാരണം അധികം സമയമൊന്നുമില്ല. ഈ ചെറിയ ഹോളുകളെല്ലാം അടഞ്ഞടഞ്ഞിരിക്കുകയാണല്ലോ. ഇങ്ങനെയൊക്കെ ഒരുപാട് അടഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഫ്യൂവലിന് പോകാൻ വഴിയില്ലാതാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫിൽട്ടർ എലമെന്റ് മാറ്റേണ്ടി വരും. അത് എത്ര കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഇത്ര സമയം കൂടുമ്പോൾ നമ്മളത് മാറ്റിക്കൊടുക്കണം. മാറ്റിക്കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മൈക്രോൺ സൈസ് 20 മൈക്രോൺ ആണെങ്കിൽ 20 മൈക്രോൺ, 10 മൈക്രോൺ ആണെങ്കിൽ 10 മൈക്രോണിന്റെ ഫിൽട്ടർ എലമെന്റ് തന്നെ തിരിച്ച് കയറണം. ആ ഡാറ്റ കിട്ടാൻ നമ്മൾ സർവീസ് മാനിൽ ചെക്ക് ചെയ്യണം. എപ്പോഴും മൈക്രോൺ സൈസ് കുറയും തോറും പുറത്തേക്ക് പോകുന്ന ഫ്യൂവലിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. 20 മൈക്രോണിനേക്കാളും കൂടിയ ക്വാളിറ്റി ഫ്യൂവലാണ് 10 മൈക്രോണിൽ വരിക. കാരണം 10 മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചെറുതായി. അപ്പോൾ പുറത്തേക്ക് വരുന്ന ഫ്യൂവലുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ സൈസ് എന്ന് പറയുന്നത് 10 മൈക്രോണിൽ താഴെയുള്ളൂ. 20 മൈക്രോൺ ഫിൽട്ടർ എലമെന്റ് ഇട്ട് കഴിഞ്ഞാൽ 20 മൈക്രോണിൽ താഴെയുള്ള ഇമ്പ്യൂരിറ്റീസിനെല്ലാം അതിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഹൈ പെർഫോമൻസ് വെഹിക്കിളെല്ലാം ഏറ്റവും ചെറിയ മൈക്രോൺ സൈസുള്ള ഫിൽട്ടർ എലമെന്റ് ആണ് ഇടാറുള്ളത്. ഇതാണ് സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. കൂടാതെ ചിത്രങ്ങളെല്ലാം വരച്ചെടുക്കുക. ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം നോട്ടിലുണ്ടായിരിക്കണം. എല്ലാ ചിത്രങ്ങളും നോട്ടിലുണ്ടായിരിക്കണം. ഈ പറഞ്ഞ ചിത്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് ചെയ്യുക.